إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ എന്ന പുണ്യങ്ങളുടെ പൂക്കാലം നമ്മോട് വിട പറയാൻ ഒരുങ്ങിയിരിക്കുന്നു. പരിശുദ്ധ റമളാൻ എന്നത് അതിൻ്റെ പകലുകൾ നോമ്പുകൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും ദിക്ർ കൊണ്ടും ധന്യമായിരുന്നു, സമൃദ്ധമായിരുന്നു. ഈ മാസത്തിലെ രാത്രികളാവട്ടെ രാത്രി നിസ്കാരങ്ങൾ കൊണ്ട് സമൃദ്ധമായിരുന്നു. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പരിശുദ്ധ റമളാൻ വിട പറഞ്ഞു പോകുമ്പോൾ ഒരു മുഅ്മിനിന്റെ മനസ്സിൽ അങ്ങേയറ്റം പ്രയാസം തോന്നേണ്ടതാണ്. കാരണം അതിനുമാത്രം അനുഗ്രഹങ്ങൾക്ക് നടുവിലാണ് ഈ ഒരു മാസത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ്സിൽ നമുക്ക് നൽകിയ വളരെ വലിയ നിഅമത്താണ് സഹോദരങ്ങളെ പരിശുദ്ധ റമളാൻ എന്നുള്ളത്. അത് വിട പറഞ്ഞു പോവുക എന്നത്, റമളാൻ ഇനിയും മടങ്ങി വരും, പക്ഷേ പറയുന്ന ഞാനോ കേൾക്കുന്ന നിങ്ങളോ ഇനിയൊരു റമളാനിൽ ഉണ്ടാകുമോ എന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ അനുഗ്രഹം അത് തീരാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ ഇനിയും കൂടുതൽ ആവേശത്തോടുകൂടി ഈ മാസത്തിലെ എല്ലാ നന്മകളും പകർന്നെടുക്കാൻ, കരസ്ഥമാക്കാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും കൂടുതൽ കൂടുതൽ പരിശ്രമിക്കേണ്ടതാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ നോമ്പും നമ്മുടെ രാത്രി നിസ്കാരവും സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹമാണ് ഈ മാസത്തിലെ ഇബാദത്തുകൾ
എന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അനുഗ്രഹങ്ങൾക്ക് നാം ഓരോരുത്തരും നന്ദി കാണിക്കേണ്ടവരാണ്. എങ്കിൽ ആ അനുഗ്രഹം നിലനിൽക്കും, അതല്ലെങ്കിൽ അനുഗ്രഹം നീങ്ങിപ്പോകും എന്നതാണ്. പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ ഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നന്ദി സൂചകമായി ഏതാനും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ജീവിതം മുഴുവനും റബ്ബിനുള്ള ഇബാദത്തിനു വേണ്ടി ഒഴിഞ്ഞു വെക്കേണ്ടതാണ്. അതിനുവേണ്ടിയാണ് അല്ലാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ റമളാൻ മുഴുവനും ഇബാദത്താണ്. ഈ പരിശുദ്ധ റമളാൻ വിട പറഞ്ഞു പോകുമ്പോഴും സഹോദരങ്ങളെ, നമുക്ക് ചെയ്യാനുള്ളത് ഇബാദത്തുകൾ തന്നെയാണ്. അഥവാ വീണ്ടും വീണ്ടും ഒന്നിനു പിറകെ ഒന്നായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തിൽ മരണം വരെ മുഴുകേണ്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള നന്ദിയുടെ ഭാഗമായി സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏതാനും ചില ഇബാദത്തുകളോടുകൂടി വേണം ഈ മാസം പൂർത്തീകരിക്കാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സകാത്തുൽ ഫിത്റാണ്. ഫിത്ർ സകാത്ത് ഓരോരുത്തരുടെയും സ്വന്തത്തിന്റെ മേലുള്ള നിർബന്ധ ബാധ്യതയാണ് സകാത്തുൽ ഫിത്ർ എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മുസ്ലിമിനും അത് നിർബന്ധമാക്കിയിരിക്കുന്നു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഫറള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ സാഅൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയിരിക്കുന്നു. എന്താണ് സകാത്തുൽ ഫിത്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയത്? എത്രയാണ് അതിന്റെ അളവ്? സാഅൻ, ഒരു സാഅ് അഥവാ സഹോദരങ്ങളെ 4 മുദ്ദുകളാണ് ഒരു സാഅ് എന്ന് പറഞ്ഞാൽ. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഒത്ത വണ്ണമുള്ള വലിപ്പമുള്ള ഒരാൾ അയാളുടെ 2 കൈക്കുമ്പിൾ ചേർത്ത് ഒരു തവണ കോരിയെടുത്താൽ അതിനൊരു മുദ്ദ് എന്ന് പറയും. അങ്ങനെ 4 മുദ്ദുകൾക്കാണ് ഒരു സാഅ് എന്ന് പറയുക. ഒരു സാഅ് സകാത്തുൽ ഫിത്ർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയിരിക്കുന്നു. എന്താണ് സാഅ് കൊടുക്കേണ്ടത്? മിൻ തംറിൻ ഔ സാഅൻ മിൻ ശഈരിൻ, ഈത്തപ്പഴമോ അതല്ലെങ്കിൽ ബാർലിയോ അഥവാ നാട്ടിലെ പൊതുഭക്ഷണം, അതിൽ നിന്ന് ഒരു സാഅ് കൊടുക്കാൻ, സകാത്തുൽ ഫിത്റായി നൽകാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയിരിക്കുന്നു. അലൽ അബ്ദി വൽ ഹുർ വൽ ദക്കരി വൽ ഉൻസ വസ്സഗീരി വൽ കബീരി മിനൽ മുസ്ലിമീൻ. അടിമയാവട്ടെ, സ്വതന്ത്രനാവട്ടെ, സ്ത്രീയാവട്ടെ, പുരുഷനാവട്ടെ, ചെറിയവരാവട്ടെ, വലിയവരാവട്ടെ, മുസ്ലിമീങ്ങളിലെ എല്ലാവരുടെ മേലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയിരിക്കുന്നു. വഅമറ ബിഹാ അൻ തുഅദ്ദ ഖബ്ല ഖുറൂജിൻ നാസി ഇല സ്വലാത്തി. ജനങ്ങൾ പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുന്നേ അത് കൊടുത്തുവിടാൻ അവിടുന്ന് കൽപ്പിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമാക്കിയ സകാത്തുൽ ഫിത്ർ അത് ഈ മാസം പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ മേലുള്ള നിർബന്ധ ബാധ്യതയാണ്. സഹോദരങ്ങളെ, ഒരു സാഅ് ഭക്ഷണം നൽകണമെന്നുള്ളതാണ്. അഥവാ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, കുന്നാ നുഖ്രിജു ഫീ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഫിത്രി സാഅൻ മിൻ തആം. സകാത്തുൽ ഫിത്റായി നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സാഅ് ഭക്ഷണം നൽകാറുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വകാന തആമന അശ്ശഈറു വസ്സബീബു വൽ അഖിതു വത്തംറു. നമ്മുടെ ഭക്ഷണം എന്നാൽ ബാർലി, ഉണക്കമുന്തിരി, വെണ്ണ,
ഈത്തപ്പഴം തുടങ്ങിയവയാകുന്നു. അഥവാ സഹോദരങ്ങളെ, ഈ ഹദീസുകളിൽ നിന്നും സഹാബിയുടെ വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, നാട്ടിലെ പൊതുഭക്ഷണം സകാത്തുൽ ഫിത്റായി നൽകണം. അതിന്റെ കണക്ക് എന്നത് ഒരു സാഅ് അഥവാ 4 മുദ്ദുകൾ. അത് കിലോ കണക്കാണെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു 2.5 കിലോ അതല്ലെങ്കിൽ 3 കിലോ തികച്ച് ഒരാൾക്ക് കൊടുക്കാവുന്നതാണ്. ഒരാൾ കുടുംബനാഥനായ ഒരാൾ തനിക്കും തന്റെ കീഴിലുള്ള ചിലവിന് കീഴിലുള്ള ആരൊക്കെയുണ്ടോ അവരുടെ സകാത്തുൽ ഫിത്റും കൊടുക്കേണ്ടതാണ്. എപ്പോഴാണ് സഹോദരങ്ങളെ കൊടുത്തുവിടേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾ പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുന്നേ കൊടുക്കണം. അഥവാ റമദാനിന്റെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ശവ്വാലിന്റെ മാസപ്പിറവി കണ്ടാൽ അത് മുതൽ സകാത്തുൽ ഫിത്റിന്റെ അഫ്ളലായ സമയമാണ്. പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന്റെ തൊട്ട് മുന്നേ വരെ. ഇനി ഒരാൾക്ക് വേണമെങ്കിൽ 2 ദിവസങ്ങൾക്ക് മുന്നേ കൊടുക്കാം. 28, 29 എന്നീ ദിവസങ്ങളിൽ സകാത്തുൽ ഫിത്ർ കൊടുക്കാവുന്നതാണ്. അത് സഹോദരങ്ങളെ, ഓരോരുത്തരും സ്വന്തമായി അവകാശികളെ കണ്ടെത്തി കൊടുക്കലാണ് ഏറ്റവും അഫ്ളൽ. കാരണം നമ്മുടേതായ പ്രയത്നവും പരിശ്രമവും ഒക്കെ അതിന്റെ പിന്നിലുണ്ടാകും. ഇനി വേണമെങ്കിൽ വിശ്വസ്തരായ ആളുകളെ ഏൽപ്പിക്കാം, പണം നൽകി ഏൽപ്പിക്കാം. കൃത്യസമയത്ത് അതിന്റെ അവകാശികൾക്ക് കൊടുക്കും എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് അത് ഏൽപ്പിക്കാം. പണം നൽകി സകാത്തുൽ ഫിത്ർ തനിക്കും തന്റെ കുടുംബത്തിനും അഥവാ ആർക്കൊക്കെയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ കൊടുത്തേൽപ്പിക്കാവുന്നതുമാണ്. ഇനി സഹോദരങ്ങളെ, ഭക്ഷണമായിട്ടാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. പൈസ എന്നത് ഫിത്ർ സകാത്ത് ആയി നൽകാൻ പാടുള്ളതല്ല. അഥവാ സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണത്തെക്കാൾ പണമല്ലേ നല്ലത് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും പണമുണ്ടായിരുന്നു, നാണയമുണ്ടായിരുന്നു. പക്ഷേ അവർ നൽകിയിരുന്നത് ഭക്ഷണമാണ്. അതുകൊണ്ട് സകാത്തുൽ ഫിത്ർ ഭക്ഷണമായി തന്നെ നൽകണം. നാട്ടിലെ പൊതു ഭക്ഷണം എന്താണോ അത് നൽകണം. പിന്നെ പണമായി ഏൽപ്പിക്കാമെന്ന് പറഞ്ഞത് മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കുമ്പോഴാണ്. അവർ അതിന്റെ അവകാശികൾക്ക് കൊടുക്കുക എന്താണ്? ഭക്ഷണമാണ്. അവർ പൈസ അല്ല കൊടുക്കുക, പിന്നെയോ അവർ ഭക്ഷണമാണ് നൽകുക. അഥവാ അരി ആണ് വാങ്ങിച്ചു കൊടുക്കുക. ആ രൂപത്തിൽ ഒരാൾക്ക് പണം നൽകാം എന്നതല്ലാതെ സകാത്തുൽ ഫിത്ർ പണമായി നൽകാൻ പാടുള്ളതല്ല, മറിച്ച് ഭക്ഷണമായിട്ടാണ് നൽകേണ്ടത്. ഇനി സഹോദരങ്ങളെ, ഈ സകാത്തുൽ ഫിത്ർ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയത്, അതിന്റെ പിന്നിൽ 2 മഹത്തായ ലക്ഷ്യമുണ്ട്, യുക്തിയുണ്ട്. ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്രി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കി. തുഹ്റതൻ ലിസ്സായിമി മിനൽ ലഗ്വി വറഫസി. അതിന്റെ ഒന്നാമത്തെ ഹിക്മത്ത്, യുക്തി എന്നത്, ലക്ഷ്യമെന്നത് നോമ്പുകാരന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും വന്നിട്ടുള്ള വീഴ്ചകൾ, ന്യൂനതകൾ, അതിൽ നിന്നുള്ള ശുദ്ധീകരണമാണ്. വതുഅമതൻ ലിൽ മസാകീൻ, രണ്ടാമത്തേത് സാധുക്കളായ ആളുകൾക്കുള്ള ഭക്ഷണവുമാണ്. അഥവാ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നോമ്പിന്റെ കാലത്ത്, നോമ്പിന്റെ സമയത്ത് നമ്മുടെ അടുക്കൽ വന്നിട്ടുള്ള വീഴ്ചകൾ, ന്യൂനതകൾ, കുറവുകൾ സകാത്തുൽ ഫിത്ർ നൽകലോടുകൂടി അത് ശുദ്ധീകരിക്കപ്പെടും എന്നുള്ളതാണ്. അതോടൊപ്പം സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണവുമാണ്. പെരുന്നാളിന്റെ അന്ന് മുസ്ലിം ലോകത്ത് മുസ്ലിമായ ഒരാളും ദാരിദ്ര്യത്തിൽ പട്ടിണിയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന മഹത്തായ ഹിക്മത്തും അതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമതായി ഈ കാര്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്, സകാത്തുൽ ഫിത്ർ എന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, റമദാൻ അവസാനിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനുമായി ബന്ധപ്പെട്ട ആയത്തിൽ പറഞ്ഞതുപോലെ വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. നോമ്പിനെ കുറിച്ച്, നോമ്പിന്റെ നിയമങ്ങളെക്കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട
കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാഹു പറഞ്ഞു, എണ്ണങ്ങൾ പൂർത്തീകരിക്കുവാനും നിങ്ങൾക്ക് മാർഗദർശനം ഹിദായത്ത് നൽകി എന്നതിന്റെ പേരിൽ അല്ലാഹുവിന് തക്ബീർ ചെയ്യുവാനും അല്ലാഹുവിന് നന്ദിയുള്ളവരായി തീരുവാനും വേണ്ടിയത്രേ അത്. അഥവാ രണ്ടാമതായി നമുക്ക് ചെയ്യാനുള്ളത് ഈ മാസം പൂർത്തീകരിക്കുമ്പോൾ തക്ബീറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രകീർത്തിക്കുക, വാഴ്ത്തുക. അതാണ് എണ്ണം പൂർത്തീകരിക്കുവാനും അല്ലാഹുവിന് തക്ബീർ ചെയ്യുവാനും എന്ന് അല്ലാഹു പറഞ്ഞത്. അത് നന്ദി സൂചകമായി അല്ലാഹുവിനുള്ള നന്ദിയുടെ ഭാഗമാണ്. സഹോദരങ്ങളെ, പെരുന്നാളിന്റെ മാസപ്പിറവി കണ്ടതു മുതൽ നമ്മുടെ നാവുകളിൽ തക്ബീർ ഉണ്ടായിരിക്കണം. നാം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പള്ളികളിലും അങ്ങാടികളിലും ഒക്കെ നമ്മുടെ നാവുകളിൽ തക്ബീർ മുഴങ്ങണം. പെരുന്നാളിന്റെ നിസ്കാരം വരെയാണ് അതിന്റെ സമയം. ചെറിയ പെരുന്നാളിന് നിസ്കാരത്തോടുകൂടി ആ തക്ബീർ പൂർത്തിയാകും, അവസാനിക്കും. അതുവരെ നമ്മുടെ നാവുകളിൽ തക്ബീർ ഉണ്ടായിരിക്കണം. സ്വഹാബത്തിൽ നിന്നും പല രൂപത്തിൽ അവർ ചൊല്ലിയിരുന്ന തക്ബീറുകൾ വന്നതായി കാണാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇത് സഹോദരങ്ങളെ നമ്മുടെ നാവുകളിൽ ഉണ്ടാവണം. പുരുഷന്മാർ ഉറക്കെ ഒച്ചത്തിൽ ചൊല്ലുക എന്നത് പുണ്യകരമാണ്. സ്ത്രീകൾ പൊതുവെ ശബ്ദം താഴ്ത്താൻ കൽപ്പിക്കപ്പെട്ടവരായതുകൊണ്ട് അവർ ആ രൂപത്തിലും തക്ബീർ ചൊല്ലേണ്ടതുണ്ട്. അത് ജമാഅത്തായി കൂട്ടം കൂടി അങ്ങനെ ഒരാൾ ചൊല്ലിക്കൊടുക്കുക, ബാക്കിയുള്ള ആളുകൾ പ്രാസമൊപ്പിച്ചേറ്റു ചൊല്ലുക എന്നത് നമ്മുടെ നല്ലവരായ മുൻഗാമികൾ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് സഹാബികളുടെ ചരിത്രത്തിൽ കാണാം, അവരെല്ലാവരും ഓരോരുത്തരും തക്ബീർ ചൊല്ലുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും തക്ബീർ ചൊല്ലുക, ഓരോരുത്തരും തക്ബീർ ചൊല്ലുക. ഒരാൾ ചൊല്ലിക്കൊടുത്ത് ബാക്കിയുള്ള ആളുകൾ ഏറ്റുപറയുക എന്നതല്ല, എല്ലാവരും തക്ബീർ ചൊല്ലുക. തക്ബീർ അങ്ങനെ മുഴങ്ങേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, പെരുന്നാളുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി സൂചകമായി നമുക്ക് ചെയ്യാനുള്ളത് പെരുന്നാൾ നിസ്കാരമാണ്. ഒരു മാസക്കാലത്തെ റമളാൻ നോമ്പ്, അതിലെ ഇബാദത്തുകൾ അത് പൂർത്തീകരിക്കുമ്പോൾ പെരുന്നാളിന്റെ സന്തോഷത്തിന്റെ ദിവസത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മുന്നിൽ വന്ന് 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിന്റെ അന്ന് ജനങ്ങളോട് പുറപ്പെടാൻ കൽപ്പിച്ചിരിക്കുന്നു. അഥവാ ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരിക്കുന്നു. അവിടുന്ന് 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കും. ശേഷം അവിടുന്ന് ഉത്ബോധനം നൽകുകയും ചെയ്യും. അത് സഹോദരങ്ങളെ പെരുന്നാൾ ദിവസത്തിൽ നമുക്ക് ചെയ്യാനുള്ളതാണ്. പെരുന്നാൾ ദിവസമെന്നത് സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ ദിവസമാണ്. അതിൽ ആദ്യമായി നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള സുജൂദ് നിസ്കാരമാണ്. വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണത്. ഓരോരുത്തരുടെയും മേൽ ഫർള് ഐനാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെയും മേൽ നിർബന്ധമാണ്, വ്യക്തിപരമായി നിർബന്ധമാണ് എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈദ് നിസ്കാരം നമുക്കറിയാവുന്നതുപോലെ 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കപ്പെടും. അതിൽ നമുക്കറിയാം, ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീറുകൾ ഉണ്ടാകും, രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറുകളും ഉണ്ടാകും. ബാക്കിയെല്ലാം സാധാരണ പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും പുറപ്പെടാൻ കൽപ്പിച്ചു. അവിടുത്തെ ഹദീസിൽ കാണാം, കുന്നാ നുഅ്മറു അൻ നഖ്റുജ യൗമൽ ഈദി ഹത്താ നുഖ്രിജൽ ബിക്ര മിൻ ഖിദ്രിഹാ ഹത്താ നുഖ്രിജൽ ഹുയ്യള ഫയകുന്ന ഖൽഫൻ നാസ് വയുകബ്ബിർന ബിതക്ബീരിഹിം വയദ്ഊന ബിദുആഇഹിം യർജൂന ബറകത ദാലികൽ യൗമി വതുഹ്റതഹു. ഉമ്മു അതിയ റളിയല്ലാഹു അൻഹാ അവർ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പെരുന്നാൾ ദിവസത്തിൽ പുറപ്പെടാൻ കൽപ്പിച്ചിരിക്കുന്നു. എത്രത്തോളം വീടിനകത്ത് അടങ്ങിയിരിക്കുന്ന കന്യകയായ പെണ്ണിനോടും
ആർത്തവകാരികളായ സ്ത്രീകളോടും വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടാൻ കൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് നിസ്കാരത്തിന്റെ സമയത്ത് ആർത്തവകാരികൾ മാറി നിൽക്കുക, ബാക്കിയുള്ള പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ആ ദിവസത്തിലെ ബറക്കത്ത്, ആ ദിവസത്തിലെ നന്മകൾ അത് നേടിയെടുക്കുകയും അതിലെ ദുആയിൽ പങ്കെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാവരും പുറപ്പെടുക എന്നുള്ളതാണ്. സ്ത്രീകൾക്കും പെരുന്നാൾ മുസല്ലയിലേക്ക് പുറപ്പെടൽ സുന്നത്താണ്, മുസ്തഹബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരുന്നു. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ജിൽബാബില്ലെങ്കിലോ അഥവാ ഇസ്ലാമിക വസ്ത്രം അവളിൽ ഒരാൾക്ക് ഇല്ലെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റൊരാളോട് വാങ്ങിയിട്ടെങ്കിലും പുറപ്പെടണം എന്നാണ്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, പെരുന്നാളിന്റെ ഈദ് മുസല്ലയിലേക്ക് എല്ലാവരും പുറപ്പെടണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഹാദൽ ഖൗൽ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, 3 സുപ്രധാനമായ കാര്യങ്ങൾ സൂചിപ്പിച്ചു. പരിശുദ്ധ റമദാൻ പൂർത്തീകരിക്കുമ്പോൾ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നതിൻ്റെ ഭാഗമായി സകാത്തുൽ ഫിത്റും തക്ബീറും അതുപോലെ പെരുന്നാൾ നിസ്കാരവും, ഈ കർമ്മങ്ങൾ റമദാൻ അവസാനിക്കുമ്പോൾ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി സഹോദരങ്ങളെ, പെരുന്നാൾ ദിവസത്തിൽ നമുക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കട്ടെ. പെരുന്നാൾ ദിവസത്തിൽ പ്രത്യേകം കുളിച്ച് ശുദ്ധിയാവുക, നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക എന്നതെല്ലാം പുണ്യകരമാണ്. അഥവാ നല്ല ഭംഗിയുള്ള രൂപത്തിൽ ഈദ് മുസല്ലയിലേക്ക് വരിക എന്നത് പുണ്യകരമാണ്. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭംഗി കൂട്ടുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന് തൃപ്തിയുള്ള രൂപത്തിലായിരിക്കണം നമ്മുടെ ഭംഗി കൂട്ടലും അലങ്കാരവുമെല്ലാം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കാണിച്ചു തന്ന മാതൃകയാണ് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി ഈദ് മുസല്ലയിലേക്ക് വരിക എന്നുള്ളത്. അവരെന്താണോ ഭംഗിയായി പഠിപ്പിച്ചത്, കാണിച്ചത്, അതാണ് സഹോദരങ്ങളെ ഭംഗി എന്നുള്ളത്. ഭംഗിയുടെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിൽ താടി വടിച്ചുകൊണ്ടോ മുടി പകുതി മുറിച്ച് ബാക്കി ഭാഗം ബാക്കി വെച്ചുകൊണ്ടോ ആ രൂപത്തിൽ വിലക്കപ്പെട്ട വിരോധിക്കപ്പെട്ട ഒരു ഭംഗി നമുക്ക് വേണ്ടതില്ല. അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ താക്കീത് നൽകിയ രൂപത്തിലുള്ള ഒരു അലങ്കാരം നമുക്ക് വേണ്ടതില്ല. അതുപോലെ നമ്മുടെ മക്കൾക്ക് നമ്മൾ വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നാളെ നാം ചോദ്യം ചെയ്യപ്പെടും. നല്ല ഇസ്ലാമിക വസ്ത്രധാരണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അഥവാ വസ്ത്രം ധരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീനിന് എതിരാവാത്ത രൂപത്തിൽ വസ്ത്രം ധരിപ്പിക്കുക എന്നത് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ സ്ത്രീകൾ, സഹോദരിമാർ, പെൺകുട്ടികൾ, പെൺമക്കൾ, അവർക്ക് പൊതുവെ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടുമ്പോൾ ഇസ്ലാമിക വേഷം, വസ്ത്രധാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ അവർക്ക് പൊതുവെ പുറത്തേക്കിറങ്ങുമ്പോൾ സുഗന്ധം പൂശാൻ പാടുള്ളതല്ല, അതിവിടെയും ബാധകം തന്നെയാണ്. ഇസ്ലാമിക വേഷം, വസ്ത്രം, അതുപോലെയുള്ള മര്യാദകൾ പാലിച്ചുകൊണ്ട്
ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, പെരുന്നാൾ എന്നത് സന്തോഷിക്കാനുള്ളതാണ്, ആഹ്ലാദിക്കാനുള്ളതാണ്. പക്ഷേ അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു ആഹ്ലാദം നമുക്ക് വേണ്ടതില്ല ഈ മേൽപ്പറഞ്ഞ രൂപത്തിൽ. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും, വലിയവരും ചെറിയവരും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പെരുന്നാളിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. പെരുന്നാൾ ദിവസത്തിൽ, ചെറിയ പെരുന്നാളിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലതും കഴിച്ചുകൊണ്ടാണ് ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടുക. അഥവാ അവിടുന്ന് ഈത്തപ്പഴം അത് ഒറ്റയായിക്കൊണ്ട് കഴിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അതുപോലെ ഒരു വഴിയിലൂടെ പോയി വേറൊരു വഴിയിലൂടെ തിരിച്ചു വരിക എന്നത് സുന്നത്തായ കാര്യമാണ്. അതുപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിൽ ഈദ് മുസല്ലയിൽ അതിന് മുന്നെയോ ശേഷമോ പ്രത്യേകം ഒരു സുന്നത്ത് നിസ്കാരം ഇല്ല. ഇനി മസ്ജിദിലാണെങ്കിൽ പൊതുവേ ഉള്ള തഹിയ്യത്ത് നിസ്കാരമുണ്ട് എന്നത് നമ്മൾ ശ്രദ്ധിക്കുക. സഹോദരങ്ങളെ, പെരുന്നാൾ ദിവസത്തിൽ നാം പാലിക്കേണ്ട ഏതാനും ചില സുന്നത്തായ കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. ഇതല്ലാത്തതും ഉണ്ടായേക്കാം, നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്, പരിശ്രമിക്കേണ്ടതുണ്ട്. നന്ദി കാണിച്ചാൽ അല്ലാഹു അനുഗ്രഹം നിലനിർത്തി തരും, അതല്ലെങ്കിൽ അനുഗ്രഹം ഊരിയെടുക്കപ്പെടും എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ പരിശുദ്ധ റമദാൻ എന്ന ഈ പുണ്യമാസം പൂർത്തീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം സഹോദരങ്ങളെ, ഇനിയും 2 ദിവസങ്ങൾ അതല്ലെങ്കിൽ 3 ദിവസങ്ങൾ നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ട്. ഇനിയും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനിയും പാപമോചനവും വലിയ പ്രതിഫലവും നരകമോചനവുമൊക്കെ പ്രതീക്ഷിക്കപ്പെടാനുള്ള സമയം തന്നെയാണ്. 27 കഴിയലോടുകൂടി നോമ്പ് റമദാൻ അവസാനിക്കുന്നില്ല. മറിച്ച് ഒരു പ്രവർത്തനം അതിന്റെ തുടക്കത്തിൽ എന്നതുപോലെ അത് അവസാനിപ്പിക്കുമ്പോൾ ആണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ അതിന്റെ അവസാനത്തിലാണ് പരിഗണിക്കപ്പെടുക. അവസാനം നന്നാക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. റമദാൻ അവസാനിക്കുമ്പോൾ അലസമായി അശ്രദ്ധയിലായി അങ്ങാടികളിൽ അതുപോലെ റെഡിമെയ്ഡ് ഷോപ്പുകളിൽ വസ്ത്രത്തിന്റെ ഭക്ഷണത്തിന്റെ പിന്നാലെ ആയിപ്പോവരുത് ഞാനും നിങ്ങളും. മറിച്ച് അവസാനിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ റബ്ബേ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന, ന്യൂനതകൾ കുറവുകൾ അല്ലാഹുവേ പുറത്തു തരണേ എന്ന പ്രാർത്ഥന എന്നത് സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ നാവുകളിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ ഒരു പകലെന്നതുപോലെ പരിശുദ്ധ റമദാൻ വിട പറഞ്ഞു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ അവസാനിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിന്റെ എല്ലാ ബറക്കത്തും ലഭിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നരകമോചനം നൽകിയ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. ഈ ദിവസങ്ങളിലും സഹോദരങ്ങളെ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫാ നൽകുമാറാവട്ടെ, സമാധാനവും ആശ്വാസവും നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇനിയും കൂടുതൽ ഉത്സാഹിക്കാൻ, പ്രയത്നിക്കാൻ, പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും നല്ല ആരോഗ്യത്തോടെ ഉത്സാഹത്തോടെ റമദാനിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നല്ല ഖൈറായ ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ എല്ലാ പാപങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. നരകമോചനവും പാപമോചനവും ലഭിച്ച ആളുകളുടെ കൂട്ടത്തിൽ റമദാൻ അവസാനിച്ച് ശവ്വാലിന്റെ മാസപ്പിറവി കാണുമ്പോൾ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. اللهم اغفر لنا وارحمنا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم أعز الإسلام والمسلمين
وأذل الشرك والمشركين اللهم دمر أعداءك وأعداء الدين اللهم انصر الإسلام والمسلمين اللهم انصر الإسلام والمسلمين اللهم انصر الإسلام والمسلمين اللهم إنا نسألك الهدى والتقى والعفاف والغنى ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم توفنا مسلمين وألحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين.